ഡിജിറ്റൽ ലിറ്ററസിയെക്കുറിച്ച് സാറ് കുറച്ച് മുന്നേ പറഞ്ഞു. അപ്പോൾ ഇതിൽ ആളുകൾ കൃത്യമായി ബോധവാന്മാരല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു സൂചനയാണല്ലേ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുകയും വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്നത്? അത് തീർച്ചയായിട്ടും. കാരണം നമുക്കിപ്പം നമ്മൾ ഒരു പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 2 യുഗങ്ങളുണ്ട്. ഇപ്പം നമ്മളെല്ലാം ജെൻസി പരിപാടി, പുതിയ ജെൻസി കാലഘട്ടത്തിലെ ആളുകൾക്കൊക്കെ കുറച്ച് ലിറ്ററേറ്ററാണ്. അവർ മൊബൈൽ ഫോൺ കണ്ടു വളർന്നവരാണ്. പക്ഷേ അതിന് മുമ്പുള്ള ഒരു ട്രാൻസിഷൻ സ്റ്റേജിലുള്ള ആളുകളുമുണ്ട്. ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന സൈബർ തട്ടിപ്പുകൾ, വലിയ തട്ടിപ്പുകളുണ്ടല്ലോ. ട്രേഡിങ്ങുകളിലൊക്കെ ഏറ്റവും കൂടുതൽ മുതിർന്ന പൗരന്മാരാണ്. കാരണം റിട്ടയർ ചെയ്ത് വരുന്ന മുഴുവൻ പൈസയും കൊണ്ട് പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്ത് ഡോക്ടർമാർ അങ്ങനെയുള്ള പ്രൊഫഷണൽസ് ഒക്കെ പൈസ കൊണ്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ഡിജിറ്റൽ ലിറ്ററസിയുടെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ പറയുന്നത് ഇത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ പാർട്ടായിട്ട് സ്കൂൾ മുതൽ, അതൊരു LKG ലെവൽ മുതൽ തന്നെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ഡിജിറ്റൽ ലിറ്ററസിയും കൂടെ കൊടുത്തു പോകണം. എന്താണ് നമ്മുടെ ആക്ച്വൽ ഡിജിറ്റൽ സൈബർ ക്രൈംസ്, എന്താണ് സൈബർ സെക്യൂരിറ്റി, എന്താണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മുടെ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ സ്മാർട്ട് ഫോൺസൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഡൂസ് ആൻഡ് ഡോൺസും സെക്യൂരിറ്റി ഫീച്ചേഴ്സും അത്തരം കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ച് തന്നെ പോകണം. കാരണം ഒരു പുതിയ ജനറേഷനെ നമുക്ക് അങ്ങനെ വാർത്തെടുക്കാൻ പറ്റും. നിലവിലുള്ളവർക്ക് ഇപ്പോഴുള്ള ബോധവൽക്കരണം എല്ലാ ഏജൻസികളും, പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്, ബാങ്കുകൾ ചെയ്യണം, മറ്റ് ഈ ഡിജിറ്റൽ ആപ്പുകളുമായിട്ട് വരുന്ന ഏത് കമ്പനിയാണോ അവരുടെ ഒരു ഉത്തരവാദിത്വമാണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് ഒരു ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളത്. ഡിജിറ്റൽ അറസ്റ്റ്, വെർച്വൽ അറസ്റ്റ് പോലെയുള്ള വാക്കുകൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ആവർത്തിച്ച് അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡിജിറ്റൽ അറസ്റ്റിലേക്ക് നമ്മൾ വന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആദ്യമായി ചെയ്യുക? ആദ്യമേ മനസ്സിലാക്കേണ്ട, ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞൊരു അറസ്റ്റ് ഇല്ല, അത് ഒരു തട്ടിപ്പാണ്. നമ്മുടെ നാട്ടിൽ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലീസ് നേരിട്ട് വന്നിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഡിജിറ്റൽ അറസ്റ്റിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കോൾ കട്ട് ചെയ്യും. കാരണം നമ്മളെ ഫോണിൽ നിർത്തിക്കൊണ്ടാണ് അവരുടെ ഏറ്റവും വലിയ ഭീഷണി. അപ്പോൾ ഇവർ പറയുന്നത് ഫോൺ നിങ്ങൾ കട്ട് ചെയ്യരുത്, ഫോൺ ആദ്യമേ കട്ട് ചെയ്യുക. അതായത് നമ്മുടെ ഒരു ഫോൺ കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളെ ലോകത്തിൽ ഒരു നിയമവും നമ്മളെ നിശിക്ഷിക്കാനൊന്നുമില്ല. അപ്പോൾ ആദ്യമേ നമ്മൾ ഫോൺ കട്ട് ചെയ്ത ശേഷം വന്ന നമ്പർ നോട്ട് ചെയ്യുക. അവർ മൾട്ടിപ്പിൾ നമ്പറിൽ നിന്ന് വിളിക്കും. ആ വന്ന നമ്പർ നോട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓൺലൈൻ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുക. എന്നല്ലാതെ ഒരിക്കലും അവരോട് ആർഗ്യൂ ചെയ്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത്, പലപ്പോഴും ചെയ്യുന്നത് അവർ നമ്മളുടെ ഡേറ്റകൾ, അതായത് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, ആധാർ ഡീറ്റെയിൽസ്, അപ്പം നമ്മളല്ലെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ശരി നിങ്ങളല്ലായിരിക്കാം, നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളുടെ ഡീറ്റെയിൽസും വെച്ച് മറ്റാരോ ചെയ്തതാണ്, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ ഓഫർ. അപ്പോഴും നമ്മളുടെ ഒരു പാനിക്കായിട്ട് അങ്ങനെയാണ് സഹായിക്കുന്നത്. അതായത് ചിലർ പറയും ഞാനത് ചെയ്തിട്ടില്ല, അപ്പോൾ അവർ പറയുന്നത് എന്താ ശരിയായിരിക്കാം. അപ്പോൾ ഉടനെ അടുത്ത ചോദ്യം, മാഡം അല്ലെ സാറ് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ആധാർ കാർഡ് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് കൊടുത്തിട്ടുണ്ടോ? സ്വാഭാവികമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ അവർ പറയാം എന്നാൽ നിങ്ങളെ മറ്റാരോ പറ്റിച്ചിരുന്നതാണ്, നിങ്ങളുടെ ആധാർ ഉപയോഗിച്ച് പറ്റിച്ചതാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേരിലാണ് ഈ കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്തത്. അപ്പം ഞങ്ങളുടെ സീനിയർ ഓഫീസറുമായിട്ട് ഞാൻ ഫോൺ കൊടുക്കാം, അവർ നിങ്ങളെ സഹായിക്കും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ. അല്ലെങ്കിൽ നിങ്ങൾ ബോംബെ വരേണ്ടി വരും, ഡൽഹി വരേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്നുണ്ടാ ഇനി അവിടെ പോകണ്ടല്ലോ. അപ്പോൾ അടുത്ത ആൾ പറയും മാഡം അപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളല്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, പക്ഷേ എങ്കിലും അത് പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ തട്ടിപ്പ് പൈസ ഒന്നും വന്നിട്ടില്ലെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നിങ്ങളുടെ നിലവിലുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് തരാൻ പറയും. അപ്പോൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് എത്ര പൈസ ഉണ്ടെന്ന് അറിയും. അപ്പോൾ പറയും ഈ കേസ് തീരുന്നിടം വരെ ഇത് കോടതി മോണിറ്റർ ചെയ്യുന്ന അക്കൗണ്ടിലേക്ക് തൽക്കാലം മാറ്റിയിട്ട് അത് കഴിയുമ്പോൾ ഞങ്ങൾ പൈസ അവർ കോടതി, സുപ്രീം കോടതി പറയുന്നു, ഹൈക്കോടതി പറയുന്ന അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറ്റിയിട്ട് കൊടുക്കുന്നു. ഇതാണ് തട്ടിപ്പ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ആദ്യം ഡിജിറ്റൽ അറസ്റ്റ്, നിങ്ങളുടെ പേരിൽ കൊറിയർ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ പേരിൽ MDMA പിടിച്ചെന്ന് ഫോൺ കട്ട് ചെയ്തേക്കുക. നമ്മളിത് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പാണല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ അവരുമായിട്ട് അറിയുന്നത്? പിന്നെ വരുന്ന കോളുകൾ നമ്പർ നോട്ട് ചെയ്തിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യുക, നമ്പർ പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൈബർ പോലീസ് കൊക്കൂൺ പോലെയുള്ള സൈബർ സെക്യൂരിറ്റി കോൺഫറൻസ് ഒക്കെ നടത്താറുണ്ട്, ഇതിൻ്റെ കൂടുതൽ സോഷ്യൽ അവയർനെസ്സിനൊക്കെ വേണ്ടിയിട്ട്. ഇതൊരു പരിധിവരെ ഇത്തരം തട്ടിപ്പുകൾ തടയുന്നതിന് സഹായകമാകുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും അതൊരു ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ആണ്. കാരണം മാക്സിമം ആളുകളിലേക്ക് അവയർനെസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത്. സൈബർ സുരക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കൽ സുരക്ഷയായിട്ടാണ് എപ്പോഴും നമ്മൾ സുരക്ഷയെ കണക്ക് കൂട്ടുന്നത്. ഇപ്പം നമ്മളുടെ ഡിജിറ്റൽ സുരക്ഷ, ഇപ്പം നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങിയാൽ ആ ഉറങ്ങുന്ന ഒരാൾക്ക് വീടിൻ്റെ സുരക്ഷയുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇപ്പോൾ പലരും, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയും, ഇപ്പം പലരും ഇപ്പം ഈ പേസ് മേക്കറോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾ ശരീരത്തിൽ വെച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. ഈ ഇപ്പോഴത്തെ കാലത്ത് ഇതിനകത്ത് ഹാക്കേഴ്സിനെ ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മൾ വേറൊന്നും വേണ്ട, ആ ഒരു മാനുഫാക്ചറിങ്ങിനകത്ത് ഒരു ചെറിയ ഒരു മാൽവെയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആളിൻ്റെ ലൈഫിനെ ത്രെട്ടൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു നമ്മുടെ ലൈഫ് ത്രെട്ടണിങ് സിറ്റുവേഷൻ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഒരു സൈബർ ഫിസിക്കൽ സുരക്ഷയുടെ ഭാഗത്തല്ല. സൈബർ സുരക്ഷ എന്ന് പറയുന്നത് ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഈ നമ്മുടെ ഹെൽത്ത് ഡീറ്റെയിൽസ് എല്ലാം വാച്ചിലും അതുപോലെ തന്നെ മൊബൈലും ഒക്കെ സേവ്ഡ് ആണ്. അപ്പം പല ആളുകൾക്കും ഇതിനെപ്പറ്റി ഇതൊരു നമ്മുടെ ഒരു ഫോണിലൊരു ഹാക്കർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഡീറ്റെയിൽസ് അറിയാം, അവർക്ക് വേണമെങ്കിൽ അതിനകത്തൊരു മാനിപ്പുലേഷൻ നടത്താം.
മനസ്സിലായില്ലേ? പലതും നമ്മൾ ഇതിനകത്ത് അലാറം സെറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡോസ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ നമുക്കൊരു ലൈഫ് ത്രെട്ടണിങ് സിറ്റുവേഷൻ വരെ സൈബർ സുരക്ഷയിൽ നമുക്ക്, അതുകൊണ്ട് നമ്മൾ സൈബർ സുരക്ഷയിൽ സൈബർ സുരക്ഷയുടെ ഭാഗമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ സൈബർ പെട്രോളിംഗ് ഉണ്ട്. അപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം പോലീസൊക്കെ സൈബർ പെട്രോളിംഗ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം അതാണ്. നെറ്റ് പെട്രോളിംഗ് അല്ലേ സൈബർ പെട്രോളിംഗ്. കാരണം നമ്മൾ ഈ ഫിസിക്കൽ മേഖലയിലുള്ളതിനേക്കാൾ കൂടുതൽ ഏറ്റവും റോഡ് നിയമങ്ങളെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ അപകടങ്ങളും അപകീർത്തികളും ഈ ക്രൈമുകളും നടക്കുന്നത് ഇപ്പോൾ ഓൺലൈൻ ഇടങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള കാലങ്ങളിൽ എല്ലാ പോലീസിനും, കേരള പോലീസ് മാത്രമല്ല, നാഷണലായിട്ടും ഇൻ്റർനാഷണലായിട്ടും ഒരു സൈബർ പെട്രോളിംഗ് സംവിധാനം, നെറ്റ് പെട്രോളിംഗ് സംവിധാനം വേണം. ഓരോ പ്ലാറ്റ്ഫോം തന്നെ അവരുടെ ഒരു പെട്രോളിംഗ് ടീമിനെ വെക്കണം. ഒപ്പം പോലീസിൻ്റെ ഒരു പെട്രോളിങ്ങും ഇതിനിടയിൽ കൂടെ തന്നെ വേണം. എന്ന് വെച്ചാൽ അവിടെ വെച്ച് തന്നെ ഒരു സ്പോട്ട് ഇഷ്യൂ. കാരണം പലപ്പോഴും ഇപ്പം പല കാര്യങ്ങളും, പല ക്രൈമും അവിടെ വെച്ച് ചിലപ്പം തീർന്ന് അവിടുത്തെ എവിഡൻസ് കളഞ്ഞു പോവുകയാണ്. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ പിടിച്ച് എടുത്തെങ്കിൽ മാത്രമേ പലപ്പോഴും കിട്ടുള്ളൂ പകരം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ സൈബർ പെട്രോളിങ് ഇപ്പോൾ കേരള പോലീസൊക്കെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള സൈബർ പെട്രോൾ എന്ന് പറഞ്ഞ ആശയം തീർച്ചയായിട്ടും ശക്തമാക്കി മുന്നോട്ട് വരേണ്ട ഒരു കാലഘട്ടമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.